വാർഷികത്തിന്റെ ഭാഗമായി 15 മനോഹരമായ പദ്ധതികളുമായി ഒരു പ്രഖ്യാപനം സയ്യിദുൽ ഉലമയും സമസ്തയുടെ കേന്ദ്ര മുശാവറയും നടത്തി. അതിനുവേണ്ടി തഹിയ എന്ന ഒരു ആപ്പ്, ഒരു ക്രൗഡ് ഫണ്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തി. 30 കോടി രൂപയാണ് ആ ഫണ്ടിങ്ങിലൂടെ സമസ്ത പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ ഉമ്മത്ത് നൽകിയത് 46.5 കോടി രൂപ. എന്തിനു വേണ്ടി? 15 പ്രൊജക്ടുകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി. പുതിയ കാലഘട്ടത്തിന്റെ ചുമരെടുത്ത് സമസ്ത മനസ്സിലാക്കുകയാണ്. സെന്റിനറി എജ്യു സിറ്റി, ഈ 100ാം വാർഷികത്തിന്റെ സമ്മാനമായി ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം നടത്തുന്ന ഒരു സംവിധാനമാണ് സമസ്തയുടെ കൂടെയുള്ളത് എന്ന് നമുക്കറിയാം. സമസ്തയുടെ മാനേജ്മെന്റുകൾ നമുക്കറിയാമല്ലോ. അവകാശമായ വിദ്യാഭ്യാസത്തിന് പോലും ഒരു നാണയത്തൊട്ട് ഗവൺമെന്റിൽ നിന്ന് സ്വീകരിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട്, പിരിവെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് വേണ്ടി സ്കൂളുകൾ കെട്ടിക്കൊടുത്ത, പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിച്ച മഹാപണ്ഡിതന്മാരുടെ ചരിത്രം പറയാനുണ്ട് നമുക്ക്. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ സമസ്തയുടെ സ്ഥാപകരിൽ ഒരാളാണ്. അവർ മലപ്പുറം ജില്ലയിലെ പുതുപ്പറമ്പിൽ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പഴയ കാലഘട്ടത്തിൽ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സ്വന്തം മണ്ണിൽ, സ്വന്തം കെട്ടിടത്തിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. അതാണ് പിന്നീട് ഗവൺമെന്റിന് വിട്ടു നൽകിയത്. ഇത് പഴയ ചരിത്രമാണ്. ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇനി അടുത്ത നൂറ്റാണ്ടിലേക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും സംവിധാനിച്ചുകൊണ്ട് ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയം ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ. അതാണ് സെന്റിനറി എജ്യൂസിറ്റി. ഈ ലേണിംഗ് വില്ലേജ് ഓൺലൈൻ രംഗത്ത് മതപഠനമാണെങ്കിലും ഭൗതിക പഠനമാണെങ്കിലും ഇന്ന് എല്ലാ ടെക്നോളജിയും ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ തരത്തിലുള്ള AI ടെക്നോളജിയും, എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ റവല്യൂഷനും, റോബോട്ടിക് സംവിധാനങ്ങളും എല്ലാ മേഖലയിലും വളർന്നു വരുമ്പോൾ സമസ്ത അത് തിരിച്ചറിയുന്നുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കുണിയയിൽ ഒരു ഗ്ലോബൽ എക്സ്പോ നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ചു. ആ എക്സ്പോയിൽ അതിന്റെ പ്രതിനിധികൾ അവരുടെ ഒരു സ്വപ്നം, ഒരു ആഗ്രഹം നമ്മുടെ നേതാക്കളുടെ മുന്നിൽ വെച്ചത്, അവിടെ ഒരു റോബോട്ടിനെ നമ്മൾ സംവിധാനിക്കുന്നുണ്ട്. ആ റോബോട്ടിന് ഫത്ഹുൽ മുഈനിലെ മുഴുവൻ മസ്അലകളും മതനിയമങ്ങളും ആ റോബോട്ടിൽ ഫീഡ് ചെയ്യും, ആ റോബോട്ടിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു മസ്അല ആ റോബോട്ടിനോട് ചോദിച്ചാൽ ഫത്ഹുൽ മുഈൻ അടിസ്ഥാനപ്പെടുത്തി റോബോട്ട് മറുപടി തരുന്ന സംവിധാനം. റോബോട്ടിക് യുഗം വന്നാലും ഏത് തരത്തിലുള്ള AI ടെക്നോളജി വന്നാലും പാരമ്പര്യ മതനിയമങ്ങളും മതവിശ്വാസ